ക്വസ്റ്റ്യൻ നോക്കാം ആദ്യം. 1/4/2023 സനൽ ട്രേഡേഴ്സ് 80,000 രൂപയുടെ ഒരു മെഷീനറി വാങ്ങിയിട്ടുണ്ട്. 10,000 രൂപ അത് സ്ഥാപിക്കുന്നതിന് ചെലവഴിച്ചു. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കണം, നമ്മൾ മെഷീനറിയുടെ വില എന്ന് പറയുന്നത് 80,000 രൂപ മാത്രമല്ല, അത് സ്ഥാപിക്കാൻ വരുന്ന ചിലവ്, അതിൻ്റെ മുകളിൽ എന്തെങ്കിലും കമ്മീഷൻ കൊടുക്കുക, അതിന് നമുക്ക് യാത്രാക്കൂലി വരിക, അതിനെ നമ്മൾ കൊണ്ടുവരാൻ നമുക്ക് എന്തെങ്കിലും ട്രാൻസ്പോർട്ടേഷൻ ചാർജ് വരിക, ബ്രോക്കറേജ് കൊടുക്കുക, എല്ലാം എന്താണ് മെഷീനറിയുടെ വിലയായിട്ട് നമ്മൾ ആഡ് ചെയ്യണം എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ മെഷീനറിയുടെ വില എത്രയായിട്ടാണ് വരിക? 90,000 രൂപയാണ് വരിക. അതിൻ്റെ ആയുർദൈർഘ്യം, അതിൻ്റെ ലൈഫ് 10 വർഷമായിട്ട് നിശ്ചയിച്ചിട്ടുണ്ട്. ആ മെഷീനറി വിൽക്കുമ്പോൾ നമുക്ക് ആക്രി വില, ലാസ്റ്റ് നമ്മളെ മെഷീനറി എടുത്ത് വിൽക്കുമ്പോൾ നമ്മുടെ കയ്യിൽ എത്ര രൂപ കിട്ടും? 20,000 രൂപ ആക്രി വിലയായിട്ട് കിട്ടും. നമ്മളോട് പറഞ്ഞിരിക്കുന്നത് നേർരേഖ രീതിയിൽ തേയ്മാനച്ചെലവ് കണക്കാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? നമുക്ക് 2 മെത്തേഡ് ഉണ്ടെന്ന് അറിയാം. ഒന്ന്, നമ്മളോട് ഇതിൽ പറഞ്ഞിരിക്കുന്നത് എന്താണ്? നേർരേഖ രീതിയിൽ പ്രോബ്ലം ചെയ്യാനാണ്. നേർരേഖ രീതിയിൽ കണക്ക് ചെയ്യുമ്പോൾ എന്താണ്? എല്ലാ വർഷത്തെയും ഡിപ്രിസിയേഷൻ എന്തായിരിക്കും? സെയിം ആയിരിക്കും, ഒരേ ഡിപ്രീസിയേഷൻ ആയിരിക്കും വരിക എന്നുള്ളത് നോക്കണം. ഇവിടെ നമുക്ക് പെർസെൻറ്റേജ് ഒന്നും പ്രോബ്ലത്തിൽ തന്നിട്ടില്ല. നമ്മളിപ്പോൾ എന്ത് ചെയ്യണം? നമ്മൾ ഇക്വേഷൻ വെച്ചിട്ട് വേണം പ്രോബ്ലത്തിൻ്റെ ഡിപ്രീസിയേഷൻ അല്ലെങ്കിൽ തേയ്മാനത്തിൻ്റെ അളവ്, തേയ്മാനത്തിൻ്റെ എമൗണ്ട് നമ്മൾ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ തേയ്മാനത്തിൻ്റെ എമൗണ്ട് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനാണ് ഇത്. ആസ്തിയുടെ വില മൈനസ് ആക്രി വില ഹരിക്കണം ആയുർദൈർഘ്യം. ഇതാണ് നമ്മുടെ തേയ്മാനം കാണാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഒരു പെർസെൻറ്റേജ് തന്നിട്ടില്ലെങ്കിൽ, ഇപ്പോൾ 10% ഡിപ്രീസിയേഷൻ അങ്ങനെ തന്നിട്ടില്ലെങ്കിൽ, നമ്മൾ ഈ ഒരു ഇക്വേഷൻ വെച്ചിട്ടാണ് എന്ത് ചെയ്യേണ്ടത്? ഒരാസ്തിയുടെ തേയ്മാനം നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മളിവിടെ ചെയ്യണു ആസ്തിയുടെ വില നമ്മൾ നോക്കി ഓൾറെഡി. കാരണം 80,000 രൂപ മെഷീനറിയുടെ മാത്രം വിലയും പ്ലസ് അത് സ്ഥാപിക്കാൻ 10,000 രൂപയും. അപ്പോൾ ആസ്തിയുടെ വില 90,000. 80,000 പ്ലസ് 10,000 എന്ത് ചെയ്തിട്ടുണ്ട്? 90,000 രൂപയാണ് നമ്മൾ എടുക്കുന്നത്. 90,000 രൂപയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ആസ്തിയുടെ വിലയായിട്ട് നമ്മൾ എടുക്കുന്നത്. അതിൽ സംശയമില്ല എന്ന് വിചാരിക്കുന്നു. 90,000 രൂപ നമ്മൾ എന്ത് ചെയ്തു? ആസ്തിയുടെ വിലയായിട്ട് നമ്മൾ എടുത്തു. മൈനസ് ആക്രി വില എത്ര രൂപയാണ്? 20,000 രൂപ ആക്രി വിലയായിട്ട് എടുത്തു. ഹരിക്കണം എന്ത് ചെയ്തു നമ്മൾ? 10. അപ്പോൾ നമുക്ക് എന്ത് വരും? 90,000 മൈനസ് 20,000, അപ്പോൾ 70,000 ബൈ 10 ചെയ്യുമ്പോൾ നമുക്ക് എത്ര രൂപ കിട്ടും? 7,000 രൂപയാണ് നമ്മൾ എന്തായിട്ട് എടുത്തത്? ഡിപ്രീസിയേഷനായിട്ട് നമ്മൾ എടുത്തത്. അപ്പോൾ നമ്മൾ ഒരു വർഷത്തേക്കുള്ള ഡിപ്രീസിയേഷൻ നമ്മൾ കണ്ടുപിടിച്ചു. എത്ര രൂപ? 7,000 രൂപയാണെന്ന് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? കണ്ടുപിടിച്ചിട്ടുണ്ട്. ഇനി നമ്മളോട് എന്ത് പറഞ്ഞിട്ടുണ്ട്? നമ്മുടെ കണക്കിൽ ഒരു എന്തും കൂടെ വരയ്ക്കണം, നമ്മൾ അക്കൗണ്ടും കൂടെ വരയ്ക്കണം. ഇനി നമ്മൾ അടുത്തത് ചെയ്യുന്നത് എന്താണ്? അക്കൗണ്ട് വരയ്ക്കുകയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? അടുത്തത് ചെയ്യുന്നത്. അപ്പോൾ അക്കൗണ്ട് നോക്കുമ്പോൾ നമുക്ക് കാണാം, നമ്മൾ അക്കൗണ്ട് വരച്ചു. മെഷീനറി അക്കൗണ്ട് എന്ന് പേര് കൊടുത്തു. 2 സൈഡ് അക്കൗണ്ടിനെ, ഒന്ന് ഡെബിറ്റ് സൈഡും ഉണ്ട്, ഒന്ന് ക്രെഡിറ്റ് സൈഡും ഉണ്ട്. അക്കൗണ്ട് ഫോർമാറ്റൊക്കെ കറക്റ്റ് ഫോളോ ചെയ്യുക. ഫസ്റ്റ് ഇയർ നമ്മുടെ തുടങ്ങുന്നത് എന്നാ? 1/4/2023 നമ്മൾ ക്യാഷ് കൊടുത്ത് മെഷീനറി മേടിച്ചു. ടു ക്യാഷ് കൊടുത്ത് മേടിച്ചപ്പോൾ എത്ര രൂപയാണ്? 80,000 രൂപ മെഷീനറിക്കും 10,000 രൂപ അത് സ്ഥാപിക്കാൻ വേണ്ടി വന്ന ചെലവും 90,000 രൂപയാണ് മെഷീനറിയുടെ വില നമ്മൾ എഴുതി. നമ്മൾ രണ്ടാമത്തെ വർഷം നമ്മൾ എന്ത് ചെയ്യുന്നു? അതിൻ്റെ ഡിപ്രീസിയേഷൻ ആ വർഷം അവസാനം നമ്മൾ എന്ത് ചെയ്യുന്നു? 31/3 1/4 തുടങ്ങിയ, 1 ഏപ്രിലിന് തുടങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മാർച്ചിലാണ് നമ്മുടെ വർഷം അവസാനിക്കുക. അത് നമ്മൾ എന്ത് ചെയ്യണം? നോക്കണം. മാർച്ചിൽ നമ്മുടെ ആ വർഷം അവസാനിച്ചു. ഡിപ്രീസിയേഷൻ നമ്മളിവിടെ ഓൾറെഡി കണ്ടുവച്ചിരിക്കുന്ന 7,000 എഴുതി. ആ വർഷത്തെ എല്ലാ കാര്യങ്ങളും കഴിഞ്ഞു. നമ്മൾ അക്കൗണ്ട് ബാലൻസ് ചെയ്തു. 2 സൈഡിലും ഏത് എമൗണ്ട് ആണോ കൂടുതൽ അത് എഴുതി. ഇത് 2 സൈഡിൽ നോക്കുമ്പോൾ ഒരു സൈഡ് 90,000, ഒരു സൈഡ് 7,000 ആണ്. അപ്പോൾ 90,000 ആണ് കൂടുതൽ, 90,000 ആണ് കൂടുതൽ. അപ്പോൾ 2 സൈഡിലും എന്ത് എഴുതി? 90,000 എന്ന് എഴുതി. അക്കൗണ്ട് നമ്മൾ ബാലൻസ് ചെയ്യുന്നു. 90,000 നിന്ന് 7,000 പോയാൽ 83,000 രൂപയുടെ മെഷീനറി ഇനി ബാക്കിയുണ്ട്. അത് ബാലൻസ് ക്യാരി ഡൗൺ എന്ന് പറഞ്ഞ് എഴുതി. അടുത്ത വർഷം 1/4/2024 1/4/2024 കൊണ്ടുപോയി ബാലൻസ് ബോട്ട് ഡൗൺ 83,000 രൂപ.
വർഷാവസാനം നമ്മൾ എന്ത് കൊടുത്തു? ഡിപ്രിസിയേഷൻ കൊടുത്തു. നമ്മുടെ രീതി നേർരേഖ രീതിയാണ്, അതുകൊണ്ട് എല്ലാ വർഷവും ഡിപ്രിസിയേഷൻ്റെ എമൗണ്ട് എന്തായിരിക്കും? സെയിം ആയിരിക്കും. 7000 രൂപ തന്നെ കൊടുത്തു. അക്കൗണ്ട് ബാലൻസ് ചെയ്യുന്നു. 83,000 രണ്ട് സൈഡിലും എഴുതുന്നു. 83,000 പോയാൽ 76,000 രൂപയുടെ മെഷീനറി ബാക്കി നമ്മുടെ കയ്യിലുണ്ട്. നമ്മളത് എടുത്തെഴുതുന്നതോടുകൂടെ നമ്മുടെ പ്രോബ്ലം 2 വർഷത്തെ അവസാനിക്കുകയാണ്. ഇങ്ങനെയാണ് ഡിപ്രിസിയേഷൻ്റെ പ്രോബ്ലം നമ്മൾ ചെയ്യുക. ഓക്കെ, താങ്ക് യു. നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക.